ഹായ്, ആർക്കിടെക്ട് അജിത് ജോസ്. വെൽക്കം ടു ആർക്കിടെക്ട്സ് പെർസ്പെക്റ്റീവ് സീരീസ്. അപ്പം ഈ സീരീസിൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു പ്രൊജക്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതായത് ആ പ്രൊജക്റ്റിലേക്ക് ഞങ്ങൾ എങ്ങനെ എത്തി, അതായത് ക്ലയൻറ്റിൽ നിന്ന് എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്തു, എങ്ങനെയായിരുന്നു അതിൻ്റെ ഡിസൈനിങ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ഇന്നത്തെ പ്രൊജക്റ്റ് വണ്ടമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇടുക്കിയാണ് വണ്ടമറ്റം. ക്ലയൻറ്റ് ആൻ്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വീട്ടിലവർ മൊത്തം 4 പേരാണ്, 2 മക്കൾ, വൈഫ്, 4 പേരാണ്. കളക്ഷൻ എന്ന സംഭവമാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് പഠിക്കുന്നൊരു കാര്യം. വളരെ സിമ്പിളായിട്ടുള്ള റിക്വയർമെൻറ്റ്സാണ് അദ്ദേഹം പറഞ്ഞത്. പ്രോപ്പർ വെൻറ്റിലേഷൻ ഉണ്ടാവണം, ഒരു ടിപ്പിക്കൽ വീട് ഞങ്ങൾക്ക് താല്പര്യമില്ല, സൺലൈറ്റ് നന്നായിട്ട് എല്ലാ റൂമുകളിലും വരണം, പ്രൈവസി വീടിനകത്ത് ഉണ്ടാവണം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു സാധാരണ ഒരു പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. മോർ ദാൻ ദാറ്റ് ആർക്കിടെക്റ്റിന് അതിൻ്റെ ഫ്രീഡം തരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ മാക്സിമം മനസ്സിൽ വെച്ച് ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നു. ഇതെങ്ങനെയാണ് അങ്ങോട്ടുള്ള ആക്സസിബിലിറ്റിയാണ് ഫസ്റ്റ് പോയിന്റ് ഞങ്ങൾ നോക്കുന്നത്. റോഡിൽ നിന്ന് വളരെ അടുത്ത് തന്നെ, അതായത് വണ്ടമറ്റം റോഡിൽ നിന്ന് നമുക്ക് കാണാവുന്ന ഒരു 50 മീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമുള്ളൊരു പ്ലോട്ടാണ്. അപ്പം അതിൻ്റെ സണ്ണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു, അപ്പം കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ്, ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സണ്ണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു ആദ്യം പഠിച്ചു. അതിനുശേഷം വിൻഡ് അനാലിസിസ് നടത്തി. വിൻഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എങ്ങനെയാണ് കാറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തിനും അതിൻ്റെ കിടപ്പിനും അതിൻ്റെ രീതിക്കും അനുസരിച്ച് കാറ്റിൻ്റെ മൂവ്മെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പം അത് ഞങ്ങൾ ആദ്യം ഒരു ഡേറ്റ, നമ്മൾ കുറച്ച് വർഷം മുമ്പിലേക്കുള്ള ഡേറ്റ എടുക്കും, അത് ഫ്രണ്ടിലേക്ക് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യും. അതൊരു പല സോഫ്റ്റ്വെയർസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ആ ഒരു ഡേറ്റ കളക്ഷന് ശേഷം അനാലിസിസിൻ്റെ ഒരു റിപ്പോർട്ട് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻ വിൻഫ്ലോ എന്ന് പറയുന്നത് ആ പ്ലോട്ടിൻ്റെ ബാക്കിൽ നിന്നാണ് വരുന്നത്, സെക്കൻഡറി വിൻഫ്ലോ വരുന്നത് ഫ്രണ്ടിൽ നിന്നായിരുന്നു. അപ്പം അതാണ് ഏറ്റവും മേജർ ടൈമിൽ ഈ ഒരു കൈൻഡ് ഓഫ് ഇൻഫ്ലോ ആണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് ആ വിൻഡിനെ എങ്ങനെ വീടിനകത്തേക്ക് ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇവിടെ ആദ്യത്തെ തോട്ട്. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ പ്ലോട്ടിൽ 4 വാളുകൾ പ്ലേസ് ചെയ്തു. 4 വാളിനെ ബേസ് ചെയ്തിട്ടാണ് ആ പ്ലാന്റ് ഷേപ്പ് ഫോം ആയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വീടിനെ 2 സെക്ഷനായിട്ട് തിരിച്ചു, പ്രൈവറ്റ് സെക്ഷനായിട്ടും പബ്ലിക് സെക്ഷനായിട്ടും. അതായത് വേറൊന്നുമല്ല, പുറത്ത് ജസ്റ്റ് സംസാരിച്ച് വിടേണ്ട ആളുകളാണ് സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിക്കുന്നു. അതിനുശേഷം കുറച്ചുകൂടി വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഈ ഫോർമൽ ലിവിങ്ങിലിരുന്ന് സംസാരിക്കുന്നത്. അപ്പം പുറത്തുനിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് അത്രയും സ്പേസിലേക്കാണ് ആക്സസ് ഉള്ളൂ. അതിനുശേഷം ഫാമിലി, ഇവരുടെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇവരുടെ ഒരു സ്പേസാണ്. അത് രണ്ട് വോളിയുമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഹൈറ്റ്സിനെ യൂസ് ചെയ്ത് ഞങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 2 ലെവൽസിലാണ് റൂഫ് ഹൈറ്റ് വേരി ചെയ്യുന്നുണ്ട്. അപ്പം പുറത്തുനിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് ചെറിയൊരു സ്പേസ് സംസാരിച്ച് ഇറങ്ങിപ്പോകുന്നു. മറ്റേ സ്പേസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്പേഷ്യസ് ആണ്. അതുകൂടാതെ നമ്മൾ സെൻട്രൽ കോർട്ട്യാർഡിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വളരെ വലിയ 6.5 മീറ്റർ വിഡ്ത്ത് വരുന്ന വലിയൊരു സ്ലൈഡിംഗ് വിൻഡോ ആണ് കൊടുത്തിരുന്നത്. അപ്പം ആ സ്ലൈഡിംഗ് വിൻഡോയിലൂടെ ഈ വരുന്ന വിൻഡിനെ ഞങ്ങൾക്ക് വീടിനകത്തേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഫാമിലി ലിവിങ്, ഡൈനിങ്, കിച്ചണിലേക്ക് മാത്രമല്ല ബെഡ്റൂംസ് പ്ലേസ് ചെയ്തേക്കും. 4 ബെഡ്റൂംസ് ആയിരുന്നു, 2 ബെഡ്റൂംസ് വരും ഓരോ സൈഡിലേക്കും. അപ്പോൾ എല്ലാ റൂമിൽ നിന്നും നമുക്ക് ഈ കോർട്ട്യാർഡിലേക്ക് ഒരു വിസിബിലിറ്റി ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഇതിനകത്തെല്ലാം സ്ലൈഡിംഗ് വിൻഡോസാണ് കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത്. UPVC വിൻഡോസ് ആയിരുന്നു. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതുവഴി കാറ്റകത്തേക്ക് കടന്നു വരച്ചേക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം വിൻഡോസ് വഴി മാത്രമല്ല, ഈ ഫാമിലി ലിവിങ്ങിനകത്ത് ഞങ്ങൾ അതിനകത്ത് വാർക്കകത്ത് തന്നെ 2 ലെവലിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കവിടെ ഉണ്ടാകുന്ന ഹോട്ട് എയർ നമ്മൾ മുകളിലൂടെ എസ്കേപ്പ് ചെയ്യാവുന്ന രീതിയിൽ, വീടിനകത്തേക്ക് വരുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കർട്ടൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. മാക്സിമം പ്രൈവസി ഉള്ള ഒരു രീതിയാണ്. ഈ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ റൂമുകളിൽ തന്നെ തമ്മിൽ പ്രൈവസി ഉണ്ടാവും എപ്പോഴും. അപ്പം അത് ഇവരുടെ മേജർ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു അത്. ഇപ്പം ഇവർ തന്ന കാര്യങ്ങൾ, ഞങ്ങൾ സ്റ്റഡി ചെയ്ത ക്ലൈമറ്റോളജി, ഇങ്ങനത്തെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. അപ്പം ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, ഒരു ടിപ്പിക്കൽ വീടായിട്ട് ഞങ്ങൾക്ക് ഈ വീടിനെ കാണാൻ താല്പര്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ ആ വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാർ പോർച്ച് ഒരു ഫ്ലോട്ടിംഗ് കാർ പോർച്ച് എന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഫോർമൽ ലിവിങ് ഒരു ഫ്ലോട്ടിംഗ് കോൺസെപ്റ്റാണ്. അതിനകത്ത് വരുന്ന സ്റ്റെപ്സ് ആണെങ്കിലും എല്ലാം ഒരു ഫ്ലോട്ടിംഗ് കോൺസെപ്റ്റിലാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. എന്നാൽ പോലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സും കുറച്ച് മെറ്റീരിയൽസുമാണ് ഞങ്ങൾ അതിനകത്തേക്ക് യൂസ് ചെയ്തത്. അതായത് ബ്രിക്ക് ക്ലാഡിങ്സ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേ ക്ലാഡിങ്ങിൻ്റെ ടെക്സ്ചർ വീടിനകത്ത് പല സ്ഥലങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ജാളി വർക്കിനകത്തും അതേ കളർ ഞങ്ങൾ ആ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം അതേ ക്ലയൻറ്റിൻ്റെ ഇഷ്ടങ്ങൾ പിക്ക് ചെയ്തെടുത്ത് അത് തന്നെയാണ് ഞങ്ങൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇവരുടെ ലൈഫിന് ഇതിങ്ങനെ എൻഹാൻസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല മഴയുള്ളപ്പോൾ അല്ലെങ്കിൽ ഈവനിങ് ടൈം ഇവർക്ക് ചായ കുടിക്കാൻ ഈ കോർട്ട്യാർഡിൻ്റെ അവിടെ അവർക്ക് ഫാമിലിയായിട്ട് ഇറങ്ങിയിരുന്ന് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാവുന്ന ഒരു വരാന്തയുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് ഡൈനിങ് സ്പേസ്, ആ ഒരു ഡൈനിങ്, ഇപ്പോൾ TV നമ്മൾ ലിവിങ് റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ ഡൈനിങ്ങിലിരുന്നും കിച്ചണിലിരുന്നും TV കാണാം. അതല്ല, ഇവർക്ക് സംസാരിക്കണം, ഇവർക്ക് ഇരുന്ന് സംസാരിക്കാം. വളരെ നമുക്ക് ആ ഒരു ഫാമിലിയുടെ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ ആ സ്പേസിൽ ഭയങ്കരമായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ആ പ്രൊജക്റ്റിൽ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അപ്പം അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്പെഷ്യൽ താങ്ക്സ് ഫ്രം അവർ സൈഡ് ഓൾസോ. കാരണം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾക്ക് അത്രയും ഓപ്പണായിട്ട് ഞങ്ങൾക്ക് വേണ്ടി തന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം ആ ഒരു ക്ലയൻറ്റിൻ്റെ ക്യാരക്ടറാണ് ആ വീട്ടിൽ കാണുന്നത്. അദ്ദേഹം ഞങ്ങൾക്ക് തന്ന ഫ്രീഡമാണ് നിങ്ങൾ ആ വീട്ടിൽ കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ ടീം മെമ്പേഴ്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇതിനകത്തുള്ള ഓരോരുത്തരും ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ ടീം എന്ന് പറയുമ്പം ഞാനൊരു ആർക്കിടെക്റ്റ് എന്ന് മാത്രമല്ല പറഞ്ഞത്, ആർക്കിടെക്റ്റ് ഉണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അനേകം പേരുണ്ട്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട്. അതുകൂടാതെ സ്ട്രക്ചറൽ എഞ്ചിനീയറിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഞാൻ ഈ പ്രൊജക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടാതെ എൻ്റെ വീഡിയോ വാക്ക് ത്രൂ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സിമ്പിളെന്ന് തോന്നാവുന്ന പല കാര്യങ്ങൾക്കും പിന്നിൽ ഭയങ്കരമായിട്ടുള്ള വർക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് മേസനാണേലും അവരെല്ലാവരും ചെയ്ത സപ്പോർട്ട് ഭയങ്കരമാണ്. അപ്പോൾ അവർക്കെല്ലാം ഞങ്ങളുടെ AJV ഫാമിലിയുടെ ഒരു താങ്ക്സ്. താങ്ക് യു for supporting us.